നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 164 164. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 4-ാം അധ്യായം 18-ാമത്തെ ശ്ലോകം, ഭാഗം 164. അത് ആദ്യം പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി പറയാം. 18-ാമത്തെ ശ്ലോകം ദ്വിതീയ സ്കന്ധത്തിൽ 4-ാം അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകം. കിരാതഹൂണാന്തരപുളിന്ദ പുൽക്കസ ആഭീരഗംഗായവനാഗസാദയ യേ അന്യേ ച പാപാ യദുപാശ്രയാശ്രയാ ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമഃ. കിരാതഹൂണ ആന്ധ്രപുളിന്ദ പുൽക്കസ ആഭീരഗംഗായവനാഗസാദയാ യേ അന്യേ ച പാപാ യദുപാശ്രയാശ്രയാ ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമഃ. ഇതാണ് ശ്ലോകം. അതിന് വാക്കാർത്ഥം പറയണത് മൃഗങ്ങളെ വേട്ടയാടുന്നവൻ കിരാതവപുഷേ നമ എന്ന് പറഞ്ഞാൽ അത് ശ്രീ പരമേശ്വരൻ വേടനായിട്ട് വന്നതിന് അതാണ് ഈ വേട്ടയ്ക്കൊരു മകൻ അല്ലെങ്കിൽ വേട്ടയ്ക്കൊരു മകൻ, വേട്ടേക്കരൻ, ഇങ്ങനെ പല വ്യത്യാസമുണ്ട്. വേട്ടേക്കരൻ എന്ന് പറഞ്ഞാൽ വേട്ടയ്ക്കൊരു ഹരനായി, വേട്ടയ്ക്കൊരു മകൻ, അങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭാവനാ വൈദഗ്ധ്യമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മൃഗങ്ങളെ വേട്ടയാടുന്നവർ, ദ്വീപുകളിൽ വസിക്കുന്ന വെളുത്ത നിറമുള്ളവർ, താണജാതിക്കാർ, കാട്ടാളർ, പശുഹിംസകന്മാർ, ചെമ്പിച്ച നിറമുള്ള ഒരു തരം മലയർ, കഴുവിൻ്റെ മാംസം തിന്നുന്നവർ, കഴുവിനെ മൃഗങ്ങളുടെ മാംസം തിന്നുന്നത്, അതിൻ്റെ മാംസം തിന്നുന്നവർ, യവനന്മാർ, ആയുധത്തിന് മൂർച്ച കൂട്ടുന്നവർ, അന്യരായ പാപികൾ, യാതൊരുവനെ ആശ്രയിച്ചവർ ശുദ്ധിയെ പ്രാപിക്കുന്നു. ഭാഗവതം പഠിച്ച ഇവരൊക്കെ എന്ത് ദോഷമുണ്ടെങ്കിലും തീരുന്നർത്ഥം. പ്രഭുവായിരിക്കുന്ന അവനായിക്കൊണ്ട് നമസ്കാരം. ആരായിക്കൊണ്ട്? അവരവരുടെ ഹൃദയകമലത്തിൽ വസിക്കുന്ന ദേവചൈതന്യത്തിന് നമസ്കാരം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം, മൃഗാദി പ്രാണികളെ കൊന്നു തിന്നു ജീവിക്കുന്ന കിരാതന്മാർ, മൃഗാദി പ്രാണികളെ കൊന്നു തിന്ന് ഉപജീവിക്കുന്ന കിരാതന്മാർ, സദാചാരരഹിതന്മാരായിട്ട് ദ്വീപാന്തരങ്ങളിൽ വസിക്കുന്ന വെളുത്ത നിറമുള്ള ഒരുതരം മനുഷ്യർ, വംശശുദ്ധിയില്ലാത്ത ഒരുവിധം താണജാതിക്കാരായ ആന്ധ്രന്മാർ, ചെമ്പിച്ച നിറമുള്ള ഒരു ജാതി മലയന്മാരായ പുളിന്തന്മാർ, പശുവാദികളെ കൊല്ലുന്ന പുൽക്കസന്മാർ, പശുവിനെ കൊല്ലുക ഇത്ര ഹീനമായിട്ട് വേറൊന്നുമില്ല, കഴുമാംസം തിന്നുന്ന കങ്കന്മാർ, കഴുമാംസം, ശൗചാദികളില്ലാത്ത യവനന്മാർ, ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കൊടുക്കുന്ന ഗസന്മാർ എന്നിങ്ങനെയുള്ളവരും മറ്റനേകതരം പാപപ്രവൃത്തികളെ നടത്തുന്നവരും ഭഗവത് ഭക്തന്മാരുടെ സംസർഗം നിമിത്തം എത്ര ഹീനപ്രവൃത്തി ചെയ്യുന്നവരാണെങ്കിലും ഭാഗവത ഭഗവത് ഭക്തന്മാരുടെ അടുത്ത് സംസർഗം നിമിത്തം പാപങ്ങളിൽ നിന്ന് മോചിച്ച് പരമപദവിയെ പ്രാപിച്ചിരിക്കുന്നു. ശാസ്ത്രമാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? പ്രാപിച്ചിരിക്കുന്നു. സർവത്തിനും ശക്തനായിരിക്കുന്ന ആ പ്രഭുവിനായിക്കൊണ്ട് നമസ്കാരം.
പറഞ്ഞോ, അവരവരുടെ ഹൃദയപത്മത്തിൽ ഇരുന്ന് അവരവർക്ക് വഴികാട്ടിയായിട്ട് സാധുജനങ്ങൾ എന്ന് മറ്റുള്ളവരാൽ പറയിപ്പിക്കാൻ കഴിവുള്ള ആ ചൈതന്യത്തിന് ഏത് തരം പാപം ചെയ്യുന്നവരും സംരക്ഷിക്കാനും പാപരഹിതന്മാരാക്കാനും സാധിക്കും. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. സർവത്തിനും ശക്തനായിരിക്കുന്ന ആ പ്രഭുവിനായിക്കൊണ്ട് നമസ്കാരം. ഭക്തി സകല പാപത്തെയും തീർക്കുമെന്ന് സാരം. ശുദ്ധഭക്തി. ഭക്തി കിം ന കരോത്യഹോ വനചരോ ഭക്താവതംസായതേ എന്നൊരു പ്രമാണം. ഭക്തി എന്തൊന്നിനെ നൽകുന്നില്ല, എല്ലാറ്റിനും നൽകും. കടിച്ചു നോക്കിയിട്ട് സ്വാദുണ്ടെന്നറിഞ്ഞ മാംസത്തെ വെച്ചാൽ അത് പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. മാംസദളമായ കാട്ട് പഴങ്ങളെ ഈ ശബരി ശ്രീരാമന് നേദിക്കണം എന്നറിയാം, പക്ഷെ മധുരമുള്ളതേ കൊടുക്കാവൂ. അതെങ്ങനെയാണ് അറിയാം? ഓരോന്ന് കടിച്ചു നോക്കി മധുരമുള്ളത് ഭഗവാന് കൊടുക്കും, ഭഗവാൻ അത് കഴിക്കും. പുളിക്കണത് താഴ്ത്തിടും. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമിക്ക് പുൽക്കസയായ ശബരിയിൽ നിന്ന് കടിച്ച് മധുരം, അത് ആ ഭാവത്തിനാണ് വില. ഇച്ചില് എന്നുള്ളത് ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ദിവസം ഭർത്താവ് കുടിച്ച പാല് ഭാര്യ കുടിക്കാറുണ്ട്. ചിലവരെ അവൾ കുടിച്ചത് ബാക്കി വാങ്ങി കുടിക്കാറുണ്ട്. ആയിക്കോട്ടെ, അത് അന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഉണ്ടല്ലോ എൻ്റെ പൊന്നെ, ഞാൻ ഒരുപാട് സങ്കടങ്ങൾ കേട്ടിട്ടുണ്ട് ആൾക്കാരുടെ. ഒട്ടും ലേശം അടുക്കാത്ത ജാതിക്കാരുണ്ട്. ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട്. പല തരത്തിലുള്ള കോപ്പറാട്ടിത്തരങ്ങൾ. സ്നേഹം എന്നുള്ളത് തൊട്ട് കുളിക്കില്ല ആൾക്കാർക്ക്. അതാണ് ഈ വൈരുദ്ധ്യങ്ങൾക്കൊക്കെ കാരണം. ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? അപ്പോൾ എത്രയോ കേവന്മാർ 29-30 വർഷമായിട്ട് ജീവിക്കണവർക്ക് ഒത്തുപോകാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇഗോ, ക്ലാഷിങ് ഓഫ് ഇഗോസ്. പറഞ്ഞോ? അപ്പോൾ എത്ര വലിയവനും ഭാഗവതത്തിൻ്റെ മാധ്യമത്തിൽ തുച്ഛമായിട്ട് കണക്കാക്കണത്. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കാത്ത ദാമ്പത്യ ജീവിതം പരമപവിത്രമായി താലോലിച്ച് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ പറഞ്ഞു, മാംസത്തെ അല്ല, അവിടെ തെറ്റുണ്ട്. കടിച്ചു നോക്കിയിട്ട് സാധുണ്ടെറിഞ്ഞ പിന്നെ കാട്ടുപഴങ്ങൾ എന്ന് തിരുത്തിയിരുന്നു ഞാനവിടെ. പരമശിവനായി സമർപ്പിച്ച വനചരൻ ഭക്താഗ്രഗണ്യനായി തീർന്നിരിക്കുന്നുവെന്ന് ശങ്കരാചാര്യസ്വാമികൾ. കാരണം മാംസം ഒരിക്കലും മധുരിക്കില്ല. അതപ്പോൾ ഈ നമ്മൾ ഒരു റീപ്രിൻ്റ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ DTP ശരിക്കും വായിച്ച് നോക്കാണ്ട് റീപ്രിൻ്റ് എടുത്തുകൊണ്ടുള്ള കുഴപ്പമാണ് ഇതൊക്കെ. പക്ഷേ അല്ലെങ്കിൽ ചിലവർ സനാതനധർമ്മത്തെ ടോർപ്പിഡോ വെക്കണം എന്നുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യും. ഇനി അതും ഉണ്ടല്ലോ പറയാം. പരമശിവനായി സമർപ്പിച്ച വനചരൻ ഭക്താഗ്രഗണ്യനായി തീർന്നിരിക്കുന്നുവെന്ന് ശങ്കരാചാര്യസ്വാമികൾ ഭക്തിയെക്കുറിച്ച് വാഴ്ത്തിയിരിക്കുന്നു. പക്ഷേ നമ്മൾക്ക് ശങ്കരാചാര്യർ, ഇതിപ്പോൾ ശങ്കരാചാര്യർ 7th സെഞ്ച്വറിയിൽ വന്ന ആളാണ് പരമശയിലെ. നമ്മൾക്ക് രാമായണത്തിൽ തന്നെ ശബരി ശ്രീരാമചന്ദ്രസ്വാമിക്ക് കടിച്ചു നോക്കിയിട്ടാണ് കാട്ടുപഴങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെടുത്താൽ മതി. പരമശയിലെ ഭക്തിയെക്കുറിച്ച്. അപ്പോൾ രാമായണത്തിലെ ശബരി, ചിദംബരേശ്വര ഭക്തനായ നന്ദനാർ ഇവരെല്ലാം ഭക്തി മാഹാത്മ്യത്തെ പ്രകാശിപ്പിക്കുന്ന കൊടിക്കൂറകളല്ലയോ? അതെ. ഇനി 19ാമത്തെ ശ്ലോകം എടുക്കുക. സ യേഷ ആത്മവതാം അതീശ്വര ത്രയീമയോ ധർമ്മമയസ്തപോമയാം ഗതവ്യളീഗൈരജ ശങ്കരാദിഭിർ വിതർക്യലിംഗോ ഭഗവാൻ പ്രസീദതാം.
സയേഷ ആത്മാ ആത്മവതാം മതീശ്വര സ്ത്രൈമയോ ധർമ്മമയസ്തഭോമയാം ഗതവ്യളീകൈരജശങ്കരാദിഭിർവിതർക്യലിംഗോ ഭഗവാൻ പ്രസീദതാം. ധീരന്മാരുടെ ആത്മാവും കർമ്മഫലങ്ങളെ നൽകുന്നവനും. കർമ്മഫലങ്ങളെയാണ് തരുന്നത്. നല്ല കർമ്മങ്ങളുണ്ടെങ്കിൽ ഭാഗ്യം ഉണ്ടാവും. അപ്പോൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. അത് ഒരു കൺകെട്ട് മാസ്മരികത പറഞ്ഞു പറ്റിക്കലാണത്. ഭക്തി ഉണ്ടായാൽ എല്ലാം നടക്കും. അല്ലാതെ കണ്ട് എന്താണ് പറയുക, LUCK ഭാഗ്യം പറഞ്ഞിട്ട് ഉണ്ടാവണമെങ്കിൽ കർമ്മം തന്നെ ചെയ്യണം. അത് ശ്രദ്ധിക്കണം. അപ്പോൾ കർമ്മഫലങ്ങളെ നൽകുന്നവനും വേദസ്വരൂപനും ധർമ്മമൂർത്തിയും തപസ്വരൂപനും നിഷ്കപടന്മാരായ ബ്രഹ്മാവ്, ശിവൻ മുതലായവരാൽ വിതർക്കയോഗ്യമായ സ്വരൂപമുള്ളവനുമായ, പലവർക്കും പല തരത്തിലാണ് ഈശ്വരൻ പരിശോധിക്കുക, അവരേനെ പരീക്ഷിക്കുക. ആ ഭഗവാൻ പ്രസാദിക്കണം അല്ലേ? ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം, ബുദ്ധിക്ക് ചാഞ്ചല്യമില്ലാതിരിക്കുന്ന വിചാരശീലന്മാർ, സ്ഥിരപ്രജ്ഞ എന്ന് പ്രമാണമായി. ആത്മാവായിട്ടും കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർ സർവകർമ്മഫലദാതാവായിട്ടും ധർമ്മശാസ്ത്രങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നവർ ധർമ്മസ്വരൂപനായിട്ടും ഉപാസനവർ തപഫലത്തെ കൊടുക്കുന്നവനായിട്ടും യാതൊരുവനെ സേവിക്കുന്നുവോ നിഷ്കപട ഭക്തന്മാരായ ബ്രഹ്മാവ്, പരമശിവൻ മുതലായവർ ആശ്ചര്യത്തോടുകൂടെ കാണപ്പെടുവാൻ യോഗ്യമായ സ്വരൂപത്തോടു കൂടിയ ആ ഭഗവാൻ പ്രസാദിക്കണം. 20 ശ്രിയ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി എന്നർത്ഥം. ശ്രിയ പതിര്യജ്ഞപതി പ്രജാപതിർ ധിയാം പതിർലോകപതിർ ധരാപതി പതിർഗതിശ്ച അന്തകവൃഷ്ണി സാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സദാം പതിം. ശ്രിയപതിര്യജ്ഞപതി പതിർയജ്ഞപതി പ്രജാപതിർ ധിയാം പതിർലോകപതിർ ധരാപതി പതിർഗതിശ്ച അന്തകവൃഷ്ണി സാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സദാം പതി. അപ്പോൾ പറഞ്ഞു, ലക്ഷ്മി ദേവിയുടെ ഭർത്താവ്, യാഗാദികളെ പാലിക്കുന്നവൻ, പ്രജകളെ അഭിവൃദ്ധിപ്പെടുത്തുന്നവൻ, ബുദ്ധി മുതലായവയുടെ പ്രേരകൻ, അതാണ് ആവശ്യം നമുക്ക്. ധിയാം പതി, ധിയാം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ബുദ്ധിയെ പ്രേരിപ്പിക്കുന്നവൻ തിരുവങ്കടത്തോ ഗുരുവായൂരോ പഴനിയിലോ ശബരിമലയിലോ ആയാൽ പറ്റുമോ? പറ്റില്ല. അന്തര്യാമി, കൂടസ്ഥൻ. ഇതിനെ വിട്ടിട്ട് യാതൊരു എന്താണ് പറയുക, ആർഗ്യുമെൻറ്റുമില്ല. ബ്രഹ്മചൈതന്യം ഉള്ളിൽ വസിക്കുന്നു. ഇതറിഞ്ഞവൻ ക്ഷേത്രങ്ങളിൽ പോയി തിരക്കില്ല. ക്ഷേത്രങ്ങൾ കുട്ടികൾക്ക്, ബാലാനാം, ഒരു പരിധി വരെ യുവാനാം, വൃദ്ധന്മാർ വീട്ടിലിരുന്ന് നിരാകാരനായിരിക്കുന്ന ചൈതന്യത്തിനെ ബഹുമാനിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ അധോഗതി ഫലം. ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. അപ്പോൾ ബുദ്ധി മുതലായവയുടെ, ബുദ്ധി എക്സെട്ര പ്രേരകൻ. തെറ്റ് ചെയ്യാനുള്ള പ്രേരണ എവിടെ നിന്നാണ് കിട്ടുന്നത്? നന്മ ചെയ്യാനുള്ള പ്രേരണ എവിടെ കിട്ടുന്നത്? ഇതെങ്ങനെ ഡിസൈഡ് ചെയ്യണത്? കർമ്മഫലത്തിൽ നിന്ന്, പാപപുണ്യങ്ങൾ, മുൻജന്മ സുഹൃത ദുരത്വത്തിൽ നിന്ന്. ഇതാണ് ഓരോ ആചാര്യന്മാരും ഓരോ സപ്താഹത്തിലും പറഞ്ഞാൽ ഈ ഭൂമി സ്വർഗൈ. ഒരാൾക്കും ക്രൂര മനസ്ഥിതി ഉണ്ടാവില്ല. ഇതെപ്പോൾ പഠിക്കണം?
6, 8, 10, 12 വയസ്സിൽ പഠിച്ചാൽ ഒരു വില്ലേജ് ഓഫീസിലും കൈക്കൂലി വാങ്ങൂല, കൊടുക്കൂല. ഒരു MLAയും അസാൻമാർഗിക മാർഗത്തിൽ കാശുണ്ടാക്കില്ല. ഒരു MP യും ഒരു മിനിസ്റ്ററും ഒരു ചീഫ് മിനിസ്റ്ററും ഒരു പ്രൈം മിനിസ്റ്ററും ഹൂവർ ഇറ്റ് മേ ബി, ഒരു ന്യായാധിപനും അന്യായം പ്രവർത്തിക്കില്ല. ഗ്യാരണ്ടി. പ്രൊണൗൺസ്. അപ്പോൾ ബുദ്ധി മുതലായവയുടെ പ്രേരകൻ, ലോകങ്ങളുടെ പാലകൻ, ഭൂമിയെ രക്ഷിക്കുന്നവൻ, അന്തകന്മാർ വൃഷ്ണികൾ എന്ന ഭക്തന്മാരുടെ പ്രഭുവും പ്രാപ്യസ്ഥാനവും സത്തുക്കളുടെ രക്ഷകനുമായ, സാത്വിക ഗുണനിധികളുടെ രക്ഷകനുമായ ആ ഭഗവാൻ പ്രസാദിക്കണം. ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ എന്നർത്ഥം. ശ്രീകൃഷ്ണൻ തന്നെയാണ് ബ്രഹ്മചൈതന്യമായിട്ട് അവനവൻ്റെ ഉള്ളിലിരിക്കുന്നത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം, എല്ലാം പാലിക്കുന്നവൻ ഭഗവാൻ എന്ന തത്വത്തെ ഓർത്തുകൊണ്ട്, മറക്കാൻ പാടില്ലാത്തതാണ്, എല്ലാം പാലിക്കുന്നവൻ ഈശ്വരനാണ്, ഭഗവാൻ എന്ന തത്വത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലക്ഷ്മി ദേവിയുടെ ഭർത്താവും യജ്ഞവിഘ്നങ്ങളെ തീർത്ത് രക്ഷിക്കുന്നവനും, സാത്വിക ഗുണനിധികളുടെ യജ്ഞവിഘ്നങ്ങളെ തീർത്ത് രക്ഷിക്കുന്നവനും, പ്രജാഭിവൃദ്ധിയെ വരുത്തുന്നവനും, ബുദ്ധീന്ദ്രിയാദി തത്വങ്ങളെ അതാത് വ്യാപാരങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നവനും. എന്തിനാ അധികം? തത്വങ്ങളെ അതാത് വ്യാപാരങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നവനും, ലോകങ്ങളെ സൃഷ്ടിച്ചവനും, ഭൂമിയെ ഉറപ്പിച്ചവനും, അന്തകന്മാർ വൃഷ്ണികൾ മുതലായ ഭക്തന്മാരെ പാലിക്കുന്നവനും, അവർക്ക് പ്രാപ്യസ്ഥാനവുമായി ഭവിച്ചവനും, സത്തുക്കളെ സർവ്വ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനുമായ ആ ഭഗവാൻ പ്രസാദിക്കണം. കുറച്ചുകൂടി നമ്മൾക്ക് പോസിറ്റീവ് എനർജി വരുന്നുണ്ട്. എന്താ? സത്തുക്കളെ സർവ്വ ആപത്തിൽ നിന്നും രക്ഷിക്കുന്നവനാ. ഞാൻ ഒരു എക്സ്പീരിയൻസർ ആളാണ് ഈ ഒരു കാര്യത്തിൽ. 2007 അവസാനമാകുമ്പോൾ, അല്ല തുടക്കത്തിൽ ഈ ഐട്ട ഏജൻസി കമ്മീഷന് കൊടുക്കണ്ട എന്നൊരു തീരുമാനമുണ്ടായി. അപ്പോൾ ഞാൻ IIT സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ ഭാര്യയുടെ പേരിൽ ഒരു എന്താണെന്നാ പറയുക, ഒരു ഫ്രീലാൻസ് എയർ ടിക്കറ്റ് ബുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ബിസിനസ് അങ്ങോട്ട് സ്റ്റാൻഡ് സ്റ്റിൽ ആവുകയാണ്. 2007 ഒരു ഫെബ്രുവരി 7-ാം തീയതി 6-ാം തീയതി ആകുമ്പോഴേക്കും ഒരു 9.5 ലക്ഷം രൂപ എനിക്ക് സ്റ്റേക്ക് കൊടുക്കാൻ ബാക്കിയാണ്. ഞങ്ങൾ തമ്മിൽ യാതൊരു റിട്ടൺ എഗ്രിമെൻ്റ് ഒന്നുമില്ല. പക്ഷേ പട്ടാമ്പി ഗുരുവായൂരപ്പൻ്റെ ധാർമ്മികമായിട്ടുള്ള പഠിപ്പിക്കൽ എനിക്ക് കള്ളത്തരം ചെയ്യാൻ ഞാൻ ശ്രമിച്ചില്ല. അത്രയും എമൗണ്ട് വിത്തിൻ നോ ടൈം 2.75 പെർ മന്ത് ഇൻട്രസ്റ്റിൽ ക്രെഡിറ്റ് കാർഡ് വെച്ച് അടിച്ചു കൊടുത്തു. പിന്നെ ഉണ്ടായത് ചരിത്രമാണ്. അതെന്താണെന്നുള്ളത് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ പറയുന്നില്ല. പക്ഷെ പരീക്ഷണങ്ങൾ ഒന്നിൻ്റെ മേലെ വരും. പക്ഷേ അത് തരണം ചെയ്യാനുള്ള എനർജി ബുദ്ധിയെ പ്രേരിപ്പിക്കുന്ന അന്തര്യാമി കൂടസ്ഥൻ സർവജീവ ഗുഹാശയൻ ബാലാഗ്ര ശതഭാഗസ് വിസ്തരസ് ഏകോ ജീവ നമ്മളെ രക്ഷിക്കും, രക്ഷിക്കാണ്ടിരിക്കില്ല. അപ്പോൾ 21-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. യത് അങ്ക്രിനുധ്യാന സമാധിതൗ യതയാ, യത് അങ്ക്രി അനുധ്യാന സമാധിതൗദയാ ധിയാനുപശ്യന്തി ഹി തത്വമാത്മനാ വദന്തി ചൈതൽ കവയോ യഥാരുചം സമേ മുകുന്ദോ ഭഗവാൻ പ്രസീദതാം. യത് അങ്ക്രി അനുധ്യാന സമാധിതൗദയ ധിയാനുപശ്യന്തി ഹി തത്വമാത്മനാ വദന്തി ചൈതൽ കവയോ യഥാരുചം
സമേ മുകുന്ദോ ഭഗവാൻ പ്രസീദതാം. യാതൊരുവൻ്റെ പാദ ധ്യാനമാകുന്ന സമാധിയാൽ ഭഗവാന്റെ തിരുപാദപത്മങ്ങളെ നമ്മൾ നമ്മുടെ മനസ്സിൽ വെച്ച് ധ്യാനിക്കുകയാണെങ്കിൽ ആ പദധ്യാനമാകുന്ന സമാധിയാൽ ശോധനം ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ ക്ലീൻ ചെയ്യാന്ന്, വയറ് ശോധനം ചെയ്യാന്ന് പറഞ്ഞാൽ വയറിളക്കാന്ന് അർത്ഥം പറയാം. അപ്പം മനസ്സിലുള്ള മാലിന്യങ്ങളെ ശോധന ചെയ്താൽ മാത്രമേ ആധ്യാത്മികമായിട്ടുള്ള ധ്യാനനിരതത്വം നമുക്കുണ്ടാവുള്ളൂ. അപ്പോൾ ബുദ്ധിയാൽ ആത്മാവിൻ്റെ തത്വത്തെ കാണുന്നു. ബുദ്ധിയാൽ ആത്മാവിൻ്റെ തത്വം. എന്തിനാ തത്വം? കാണാത്ത സാധനമാണ്. ആത്മാവിനെ കാണാൻ പറ്റില്ല, ബ്രഹ്മത്തിനെ കാണാൻ പറ്റില്ല, ഈശ്വരൻ നിരാകാരനാണ്. തത്വം ഇല്ലാണ്ട് പറ്റില്ല, തത്വം ഇല്ലാണ്ട് പറ്റില്ല, തത്വം ഇല്ലാണ്ട് പറ്റില്ല. 3 തരം. ഗുരുവായൂരിൽ പോയിട്ട് 3 സ്റ്റാർ ഹോട്ടലിൽ കാശും ചിലവാക്കി അച്ഛനമ്മമാരെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് അവിടെ പോയി തൊഴുതുകൊണ്ട് മക്കളെ ഒരു കാര്യം നടക്കാൻ പോകില്ല. ഭഗവാൻ പുച്ഛിച്ച് തള്ളും നമ്മളതിന്. ചിലവരുണ്ട് ഏട്ടനാനിയന്മാർ വയസ്സായിട്ടുള്ള അമ്മേനെ അങ്ങോട്ട് മാറ്റും ഇങ്ങോട്ട് മാറ്റും. ഞങ്ങൾക്ക് അയോധ്യ വരുന്ന് പോകണം. സാക്ഷാൽ സീതാദേവിയാകുന്ന പവിത്രയായിട്ടുള്ള അമ്മ നിരാലംബരാക്കിയിട്ട് നമ്മളെന്താ കാര്യം? ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ അവരെ പറിച്ചു നട്ടാലത്തെ ഖേദം എത്ര ആലോചിച്ച് നോക്കൂ. യു ജസ്റ്റ് ഇമാജിൻ. ഞാൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ, എന്നിട്ടൊരു നിഗമനത്തിലെത്തും. അപ്പോൾ തത്വത്തെ കാണുന്നു. അപ്പോൾ തത്വത്തിനെ എങ്ങനെ കാണുക? അനുഭവപൂർണമാകുന്നു എന്ന് മനസ്സിലാക്കണം. അനുഭവപൂർണമാകുന്നു. കവികൾ ഇതിനെ രുചിയെ അനുസരിച്ച് ടേസ്റ്റ് പറയുകയും ചെയ്യുന്നു അല്ലേ? ജ്ഞാനപരിപൂർണനായ ഭഗവാൻ ആരാ? ജ്ഞാനപരിപൂർണ. നമ്മളോ? തൊട്ടുകൂടാ എന്നെ തൊട്ടിട്ടുണ്ടാവില്ല. ആ വേഷം രൂപമൊക്കെ കണ്ടാൽ ഭയങ്കരമാണ് ഇനി. പ്രമുഷയോ? അപ്പോൾ ജ്ഞാനപരിപൂർണനായ ആ മുകുന്ദൻ എൻ്റെ നേർക്ക് പ്രസാദിക്കണം. ഇതാണ് പ്രാർത്ഥന. യാതൊരുവൻ്റെ പാദധ്യാനമാകുന്ന സമാധിയുടെ അഭ്യാസത്താൽ നിർമ്മലയായ ബുദ്ധി കൊണ്ട്, കുബുദ്ധിയാവരുത്, സുബുദ്ധിയായിരിക്കണം, നിർമ്മലയായ ബുദ്ധി കൊണ്ട് ആത്മതത്തെ അറിയുന്നുവോ? യാതൊന്നിനെ അറിഞ്ഞവൻ അവരുടെ രുചി പോലെ സഗുണമായും നിർഗുണമായും വർണ്ണിക്കുന്നുവോ? സഗുണമായി വർണ്ണിച്ചിട്ട് യാതൊരു കാര്യമില്ല. ആദ്യം തന്നെ നിരാകാരത്തിലാന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർ രക്ഷപ്പെടും. ഇത് സഗുണാണെന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു ദിവസം പട്ടാമ്പിയുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ അവർ പറയും പട്ടാമ്പിക്ക് തലയ്ക്ക് സുഖമില്ല എന്ന്. എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ആദ്യം മുതൽ തന്നെ നിരാകാരനാണെന്ന് മനസ്സിലാക്കി. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. എനിക്കൊരു 5-6 വയസ്സ്. അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൽ, പട്ടാമ്പി പടിഞ്ഞാറേമല അമ്പലത്തിന് നേരെ മുമ്പ് ഒരു വലിയ ഒരു കോട്ടമാവാണ്. 2-3 ആളൊക്കെ പിടിക്കണം, വലിയ വലുപ്പത്തിൽ. ഏതു മാസവും അതിൻ്റെ മുകളിൽ മാങ്ങയുണ്ടാവും. അമ്പലത്തിലത്തെ ആവശ്യത്തിന് എന്താവശ്യമുണ്ട്, വാരം അല്ലെങ്കിൽ പ്രതിഷ്ഠാ ദിവസം, നവരാത്രി, ഇതേമാതിരി ആരെങ്കിലും തോട്ടിയും വലിയായിട്ടവിടെ കയറിയാൽ 2-3 ചില്ലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നോക്കിയാൽ കൊലയായിട്ട് മാങ്ങ നിൽക്കുന്നുണ്ടാവും. അത് കൊല്ലത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ഞങ്ങൾ വിൽക്കും മാങ്ങ. അത്രയും ചാക്ക് കണക്കിന്. അന്നൊക്കെ കാളവണ്ടിയല്ല കൊണ്ടുപോവുക. അപ്പോൾ അമ്പലമുറ്റം തൊടി ഡിവൈഡ് ചെയ്യണത് ഒരു വേലിയുണ്ട്. വേലിയുടെ ഇങ്ങേപ്പുറത്ത് ചേമ്പ് ചേനൊക്കെ കുത്തിയിട്ടുണ്ട്. ധാരാളം
ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ തെങ്ങുണ്ട്. അവശ്യമുക്കാലും ഈ കച്ചവടക്കാർ മുസ്ലിം സഹോദരന്മാരാണ്. അവർ ഈ എന്താണെന്നാ പറയുക, ഹരിജൻസിനെയോ അല്ലെങ്കിൽ തണ്ടാൻ അങ്ങനെയുള്ള സമുദായത്തിൽ മരം കയറാൻ പ്രാപ്തിയുള്ളവർ ചെറുപ്പക്കാർ കുട്ടികളെ കൊണ്ടുവന്നിട്ട് കയറ്റും. ചില കച്ചവടക്കാർ അവരുടെ സ്വജാതിയിലുള്ള കുട്ടികളെ തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് പറിച്ചോളാൻ പറയും. ഇത് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. 5 or 6 വയസ്സാണ്. ലഹള കൂട്ടി ഇറങ്ങണ. ആകെ നിലവിളിയായി. പിന്നെ അച്ഛൻ ഇൻ്റർഫിയർ ചെയ്തു. തനിക്കെന്തായ കാര്യം എന്നോട്? ഞാൻ പറഞ്ഞ പറ്റില്ല, ഇത് ഗുരുവായൂരപ്പൻ്റെയാണ് മുതൽ. എനിക്കറിയില്ല ഭഗവാനെ നേരിട്ടിട്ടാണോ എന്നെ കൊണ്ട് പറയിപ്പിച്ചത്, എനിക്കറിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരിക്കലും ദേഷ്യപ്പെടാത്ത ആളാണ്. അത് കാരണം അച്ഛന് കോപം ഉണ്ടായില്ല, പക്ഷേ ഒരു അലോരസം ഉണ്ടായി. ഈ ചെക്കൻ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഉള്ളത്. പിന്നെ അദ്ദേഹത്തിന് തന്നെ ഭഗവാൻ തോന്നിച്ചു, ശരിയല്ലേ ഈ ചെക്കൻ പറഞ്ഞത്. അപ്പം പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം റിയലൈസേഷൻ അറ്റ് വാട്ട് കോസ്റ്റ്. അപ്പോൾ അവിടെ ചെറുപ്പം പ്രായം ഒരു പ്രശ്നമല്ല. നമ്പിനാൽ ഒക്കെ ഉണ്ട്, നമ്പിയില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ അച്ഛൻ ഇതൊന്നും അറിയണില്ല. സാധാരണഗതിക്ക് ഒരു ബാല്യക്കാരനുണ്ട്, അയാളാണെന്നൊക്കെ നോക്കുക. അയാൾക്ക് പൊടി വലിക്കാൻ TVS രത്നം പൊടി, അന്നൊക്കെ 5 പൈസയ്ക്കാണ് പൊടി വലിക്കുക. അയാൾക്ക് 2 പൊതിപ്പൊടി കൊടുത്താൽ അയാൾ മതി. ഈ നമുക്ക് 5-6 വയസ്സായി, നമ്മൾ ഗുരുവായൂരപ്പൻ്റെ കഞ്ഞിയും കൂഴുമാണ് കഴിക്കണത് എന്നുള്ളൊരു ബോധം നമ്മുടെ തലയ്ക്ക് അടിച്ചപ്പോൾ നമുക്ക് എന്തോ ഇത്ര ഈ മതേതരത്വമൊന്നും അന്ന് തലയ്ക്ക് അടിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ മതേതരത്തല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അത് മോശമാണ്. അപ്പം പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം ശുദ്ധ അശുദ്ധങ്ങൾ, പാപപുണ്യങ്ങൾ, ധർമ്മ അധർമ്മങ്ങൾ ഒക്കെ ചോദിക്കപ്പെടണം, വാദിക്കപ്പെടണം. അപ്പോഴാണ് നേരായ വഴി തുറക്കുള്ളൂ നമുക്ക്. എന്തെങ്കിലും ആവട്ടെ. 22ാമത്തെ ശ്ലോകം കൂടി ചൊല്ലിയിട്ട് നിർത്താം. പ്രചോദിതായേന പുരാ സരസ്വതി വിതന്വതാജസ്യ സതീം സ്മൃതിം ഹൃദി സ്വലക്ഷണ പ്രാദുരഭൂൽകിലാസ്യതാ സമേ ഋഷീണാം ഋഷഭപ്രസീദതാം. പ്രചോദിതായേന പുരാ സരസ്വതി വിതന്വതാജസ്യ സതീം സ്മൃതിം ഹൃദി. എവിടെ വേണ്ടത് സ്മരണ? എവിടെ വേണ്ടത്? ഹൃദി, ഹൃദയത്തിൽ. സ്വലക്ഷണ പ്രാദുരവുത്കിലാസ്യത സമേ ഋഷീണാം ഋഷഭപ്രസീദതാം. ആദിയിൽ ബ്രഹ്മാവിൻ്റെ ഹൃത്തിൽ സൃഷ്ടിയെ വിഷയമാക്കുന്ന ഓർമ്മയെ പ്രകാശിപ്പിച്ചു. യാതൊരുവനാൽ പ്രേരിക്കപ്പെട്ടിട്ട് അസാധാരണ ലക്ഷണത്തോടു കൂടിയ, വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാ, അസാധാരണ ലക്ഷണത്തോടു കൂടിയ വേദവാക്ക്, സരസ്വതി എന്നല്ല സരസ്വതി എന്നാണ്. അതുകൊണ്ടാണ് വേദവാക്ക്. സരസ്വതി എന്നായാൽ ദേവിയായി. വേദവാക്ക് മുഖത്തിൽ നിന്ന് പ്രാദുർഭവിച്ചുവോ, ഋഷികളുടെ ശ്രേഷ്ഠനായ ആ ഭഗവാൻ, അവിടെ ഋഷഭ എന്നുള്ളതിന് എന്താണ് അർത്ഥം? ശ്രേഷ്ഠനായ ആ ഭഗവാൻ എൻ്റെ നേർക്ക് പ്രസാദിക്കണേ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞാൽ നമുക്ക് നിർത്താം. കൽപ്പാദികാലത്തിൽ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ലോകസൃഷ്ടിയെക്കുറിച്ചുള്ള ചിന്തയെ ജനിപ്പിച്ച യാതൊരുവൻ്റെ പ്രേരണയാൽ, ഈശ്വരനല്ലാണ്ട് ആരാ പ്രേരിക്കുന്നത്, ശിക്ഷാകൽപ്പാദികളായ ശാസ്ത്രങ്ങളോടുകൂടിയതും. ഈ ഭാഗവതം എന്താ? ശിക്ഷാകൽപ്പാദികളായ ശാസ്ത്രങ്ങളാണ്. ശാസ്ത്രോക്തങ്ങൾ അറിയാതെ കണ്ടിരിക്കുമ്പോഴാണ് അശാസ്ത്രീയമായിട്ട് ജീവിക്കുക.
ശാസ്ത്രീയമായി ജീവിച്ച് വിജയം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിക്കണം. അപ്പോൾ ശാസ്ത്രങ്ങളോട് കൂടിയതും അസാധാരണ മാഹാത്മ്യമുള്ളതും, അസാധാരണ മാഹാത്മ്യമുള്ളതാണ് നമ്മൾ 7 ദിവസം കൊണ്ട് ലക്ഷങ്ങൾ ചിലവഴിച്ച് ലക്ഷങ്ങൾ ലാഭിക്കരുത്. എന്ത് സപ്താഹം, ലക്ഷങ്ങൾ ചിലവുണ്ട് സപ്താഹത്തിന്, അല്ലേ? ശരിയല്ലേ? ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അസാധാരണ മഹത്വമുള്ളതുമായ വേദവാണി ബ്രഹ്മമുഖത്തിൽ നിന്നുത്ഭവിച്ചുവോ, അതായത് വേദങ്ങൾ ജ്ഞാനപ്രദാനം ചെയ്യുന്നവരിൽ വെച്ച് എന്താണ്? ജ്ഞാനത്തെ പ്രദാനം ചെയ്യാൻ സാധിക്കണം. പ്രദാനം ചെയ്യുന്ന അതാണ് ഈ ഗുരുകടാക്ഷം പരിപൂർണം. ഗുരുകടാക്ഷം പരിപൂർണം എപ്പോഴാവുക? ജ്ഞാനം തന്ന ഗുരുനാഥനെ ഈശ്വരനായിട്ട് സങ്കല്പിക്കാൻ സാധിക്കണം. അപ്പം ജ്ഞാനം പരിപൂർണമായി. പറഞ്ഞിട്ടുണ്ടോ? ദി എക്സ്പീരിയൻസ് വിച്ച് ഐ ഗെയിൻഡ് ഇൻ മൈ ലൈഫ്. ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ ജീവിത എക്സ്പീരിയൻസ് നമ്മൾ ഗെയിൻ ചെയ്യണത് ഗുരുവചനങ്ങളിൽ നിന്നാണ്. അപ്പോൾ ജ്ഞാനപ്രദാനം ചെയ്യുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനായിരിക്കുന്ന ആ ഭഗവാൻ എൻ്റെ പേരിൽ പ്രസാദിക്കണം. അപ്പോൾ ഗുരുവിനെ ഈശ്വരനായിട്ട് കാണാനുള്ള ശക്തിവിശേഷം നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെയിരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സീണോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.